എൻ്റെ പേര് ഷാലിമോൻ. എൻ്റെ വീട് പുതുപ്പള്ളി മന്ദിര ഹോസ്പിറ്റൽ അടുത്താണ്. എൻ്റെ ലോഫ്റ്റിൻ്റെ പേര് ഷാസ് പിജിയൻ ലോഫ്റ്റ് എന്നാണ്. ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷോ ക്വാളിറ്റി ഫാൻറ്റയിലാണ്. ഫാൻറ്റയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രീഡ്. അതിൽ ഷോ ക്വാളിറ്റി എന്ന ഒരു ക്വാളിറ്റിയിലേക്കാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതിൽ ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അപ്പോൾ തന്നെ ഞാൻ ഈ ലോഫ്റ്റ് തുടങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നെങ്കിലും എനിക്ക് കൂടുതൽ സപ്പോർട്ടാണ് എനിക്ക് നിൽക്കുന്നത് എൻ്റെ വൈഫാണ്. വൈഫിന് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. വളരെ ചെറുപ്പം മുതൽ എനിക്ക് വീട്ടിൽ പോലെ പ്രാവുമായിട്ടൊരു ബന്ധമുണ്ട്, അതിനെ വളർത്തുന്നുണ്ട് ചെറുപ്പം മുതലേ. പിന്നെ വളർന്നതനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് അതിനെക്കൊണ്ട് അറിയുകയും പല പല വീടുകളെ കാണുകയെല്ലാം ചെയ്തു. ഏകദേശം +2 ഒക്കെ കഴിഞ്ഞ ശേഷമാണ് നല്ല രീതിയിൽ നല്ല ഫാൻറ്റൈൽസിലേക്ക് അല്ലെങ്കിൽ പല നല്ല വീടുകളിലേക്ക് മാറാൻ തുടങ്ങി. അതുവരെ നാടൻ പ്രാവുകൾ പോലെ സാധാ ബ്രീഡ്സ് അങ്ങനെയൊക്കെ. ഇപ്പോൾ ഷാലിമോൻ പറഞ്ഞു കൂടുതലും നമ്മുടെ ലോഫ്റ്റിൽ ഷോ ക്വാളിറ്റി ഫാൻറ്റൈൽസ് ആണുള്ളത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫാൻറ്റൈൽ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും? നമ്മൾ ഷോ ക്വാളിറ്റി ഫാൻറ്റൈൽ എന്നത് ഷോ നിലവാരത്തിലൊരു ഫാൻറ്റൈൽ സെലക്ട് ചെയ്യുമ്പോൾ അതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മളത് എന്താണെന്നൊക്കെ വെച്ചാൽ വളരെ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡിങ്, മറ്റുള്ള ചില ഫാൻറ്റൈൽസ് ഉണ്ട് ഹ്യൂജ് സൈസൊക്കെ കാണും, ഭയങ്കര ഹ്യൂജ് ബേർഡാണ്, ജംബോ പോലെ സൈസ്. പക്ഷേ അവർ പ്രോപ്പറായിട്ട് ടെയിൽ ഹോൾഡ് ചെയ്യത്തില്ല, വിങ്സ് അത് നേരത്തെ കുഴച്ചുണ്ടാക്കും. അതൊന്നും ഒരിക്കലും ഷോ നിലവാരത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ അതിനകത്തുള്ളൊരു ബേർഡിന് വെച്ചാൽ അതിൻ്റെ വിങ്സ് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യണം, അത് നേരെ തുറയ്ക്കാൻ പാടില്ല. ഫാൻറ്റെയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിനുള്ള ഫാൻറ്റെയിൽ എന്നാണ്. അപ്പം ആ ടെയിലാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി ആകർഷണമായിട്ട് തോന്നുന്നത് നമുക്ക്. അപ്പോൾ അതിൻ്റെ ടെയിലിൻ്റെ ഹോൾഡിങ് ആ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന ബേഡായിരിക്കും. നല്ല നിലത്തുകൂടെ വലിച്ചു നടക്കുന്ന ടൈപ്പോ അല്ലെങ്കിൽ നടുക്ക് ഗ്യാപ്പ് വരുന്ന ടൈപ്പോ അങ്ങനെയൊന്നും പാടില്ല. ഒരിക്കലും ഗ്യാപ്പ് കാണരുത്. നിലത്തുകൂടെ വലിക്കുന്ന ടൈപ്പ് താഴ്ന്നു കിടക്കുന്നതായിരിക്കില്ല, എന്നാൽ തലയ്ക്ക് മുകളിലോട്ട് ഇടുന്ന ടൈപ്പും ആകില്ല. അത് കറക്റ്റായിട്ടൊരു സെൻട്രൽ പോർഷനിൽ തന്നെ നല്ല രീതിയിൽ അത് ഹോൾഡ് ചെയ്യുന്നൊരു ബേഡായിരിക്കണം ഫാൻറ്റൈൽ ഒരു ഷോ ക്വാളിറ്റി ചെയ്യുമ്പോൾ. ശാലോൺ, ഇപ്പം നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ ഈ ഫാൻറ്റൈൽസിൻ്റെ ബ്രീഡിങ് എങ്ങനെയാണ്? അതിനകത്ത് എന്തെങ്കിലും ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ടോ? ടെക്നിക്സ് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഒരു ബേഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ 6 മാസം അല്ലെങ്കിൽ ആണ് അതിൻ്റെ ഒരു മെച്യൂർ ആകാനുള്ളൊരു കാലാവധി. അല്ലെങ്കിൽ ഇത് ബേഡിൻ്റെ പ്രായം പറയുന്നത് കള്ളി പറയുക എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫ്ലൈറ്റ് ഫെതേഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ചിറകിലെ ലാസ്റ്റുള്ള 10 തൂവലുകൾ ഓരോ അതിൻ്റെ പ്രായം കൂടുന്നതനുസരിച്ച് ഓരോന്ന് പൊഴിച്ചിട്ട് പുതിയ തൂവൽ, അങ്ങനെ ലാസ്റ്റത്തെ ഫെദർ പൊഴിഞ്ഞിട്ട് പുതിയ ഫെദർ വരുമ്പോഴേക്കാണ് ആ ബേഡ് മെച്യൂറായെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബേഡ്സിൻ്റെ ഈ പ്രാവിൻ്റെ രീതിയിൽ അവരുടെ മെച്യൂർ ആകുന്നതിന് കണ്ടുപിടിക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ മെച്യൂർ ആകുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു 6 മാസമാണ് ഒരു ബേഡ് മെച്യൂർ ആകാനുള്ള ഉണ്ടായിക്കഴിഞ്ഞാൽ മെച്യൂർ ആകാനുള്ള പ്രായം. 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് അതിന് പെയർ ചെയ്യിക്കുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫീമെയിലിനെ മെയിലിനെ എടുത്താലും ഇപ്പോൾ ഫീമെയിൽ ഞാൻ ഷോ ക്വാളിറ്റി ചെയ്യുമ്പോഴേക്കും നമ്മൾ ഫീമെയിലിന് ചില ക്വാളിറ്റീസ് കാണും. ഈ ഷോ ബേഡിന് എല്ലാ ബേഡും പെർഫെക്റ്റ് ആക്കില്ല. അപ്പോൾ ചിലതിന് എന്തെങ്കിലും കുറവ് കാണും. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് ചിലപ്പം പോയിൻറ്റഡ് അല്ലായിരിക്കും, അല്ലെങ്കിൽ അതിന് വിങ്സ് ഹോൾഡിങ് ചിലപ്പം കാണത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ബൂട്ട് ഫെതേഴ്സ് കുറവായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ നികത്തുന്ന ഒരു പെയറിനെ കൊടുക്കും. ഇപ്പം ബൂട്ട് ഫെതേഴ്സ് കുറവുള്ളൊരു ഫീമെയിൽ ആണെങ്കിൽ അതിന് നല്ല ബൂട്ട് ഫെതേഴ്സ് ഹെവി ആയിട്ടുള്ള ബൂട്ടുള്ളൊരു മെയിലിനെ കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ കുറവുള്ളതിനെ നികത്തുന്ന പെയറിങ്ങിൽ രണ്ടിനും കൂടെ കൂട്ടിയാലും അതിനകത്ത് കുട്ടികൾ ഏതൊരു കുട്ടിക്കായാലും ഫുൾ ഫീച്ചേഴ്സ് വരുന്ന രീതിയിൽ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ പെയർ ചെയ്യിക്കുന്നത്. പിന്നെ പെയർ ചെയ്യിക്കുമ്പോഴേക്കും നമ്മളെപ്പോഴും മെച്യൂറായ ബേഡ്സിനെ പെയർ ചെയ്യിക്കുമ്പോഴേക്കും പല കാര്യങ്ങളും ഫാൻറ്റൈലിൽ തന്നെ ബ്രീഡിങ് അവർ വളരെ ചില സമയത്ത് ഭയങ്കര പാടാണ്. കാരണം ഇവരുടെ ടെയിലൊക്കെ ഹെവി ആയതുകൊണ്ട് ചിലപ്പോൾ മീറ്റിംഗ് എല്ലാം കറക്റ്റായിട്ട് നടക്കണമെന്നില്ല. അപ്പോൾ സമയത്ത് ചിലപ്പം എഗ് ചെയ്യും. ഇപ്പം മീറ്റിംഗ് കറക്റ്റ് നടന്നില്ലെങ്കിലും എഗ് ചെയ്യും. എഗ് ചെയ്താൽ ചിലപ്പോൾ റിസൾട്ട് കാണില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇതിൻ്റെ ടെയിൽ ക്രോപ്പ് ചെയ്തിടും. ടെയിലും വിങ്സും നമ്മൾ മുറിച്ച് വിട്ടിട്ട് അങ്ങനെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും. എന്നിട്ട് അതിന് ശേഷം എഗ് ചെയ്യുമ്പോഴേക്കും റിസൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ബ്രീഡിങ് കേജ് അത്യാവശ്യം നല്ല ഇടയുള്ള കേജ് ആയിരിക്കും. നല്ലൊരു ബ്രീഡിങ് ബോക്സ് എല്ലാം കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന സമയത്ത് ഫുഡ് നല്ല ഹെവി ഫുഡ് കൊടുക്കുക, നല്ല പ്രോട്ടീനുള്ള ഫുഡുകൾ കൊടുക്കുക. കാരണം എഗ് ചെയ്യാൻ വേണ്ടിയ സമയത്ത് കാൽസ്യമൊക്കെ നല്ല അത്യാവശ്യം, പക്ഷേ എഗ് വരുന്നത് തന്നെ കാൽസ്യമുള്ള ഫുള്ളും. അതിൻ്റെ ഒപ്പം കാൽസ്യമൊക്കെ അടങ്ങി നല്ല ഫുഡ് കൊടുക്കുക, വൈറ്റമിൻസ് നല്ല രീതിയിൽ കൊടുക്കുക. അപ്പോൾ തന്നെ ബ്രീഡിങ് നന്നായി നടന്നോളാം. പിന്നെ ചവറ് വലിച്ചു വരെ ബ്രീഡിങ് ചെയ്യിപ്പിക്കാതിരിക്കുക. ഒരു അത്യാവശ്യം ഒരു ഗ്യാപ്പ് കൊടുക്കുക. കാരണം ഇപ്പോൾ ഒരു ബേഡ് ഇതിപ്പോൾ നമ്മൾ എഗ് ചെയ്തിരുന്ന നമ്മൾ എന്ത് കാണിച്ചാൽ അവർ കുഞ്ഞായിട്ടിരിക്കും, ചിലപ്പോൾ അടുത്ത പെയറാവും അവർ എഗ് ചെയ്യും. അത് ബേഡ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എഗ് ചെയ്യുമ്പോഴേക്കും ആ എഗ്ഗും കൂടി ഇരുത്താതെ അവരെ റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഡമ്മി എഗ്ഗ് വെച്ച് കൊടുക്കുക. നമ്മളെക്കൊണ്ട് അപ്പോൾ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഒരുമിച്ചാണ് നടക്കുന്ന ഒരു ബ്രീഡായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ് പകുതിയാകുമ്പോൾ തന്നെ ചിലപ്പോൾ അവരടുത്ത എഗ് ചെയ്ത് തരും.
അപ്പോൾ ആ ഒരു സമയത്ത് അതിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് അടുത്ത കുട്ടി വരുമ്പോഴേക്കും പിന്നെ അവരുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ചെയ്യിപ്പിക്കാതെ അത്യാവശ്യം ബ്രീഡിങ് വരുമ്പോഴേക്കും അടുത്ത ഒരു ഗ്യാപ്പ് കൊടുത്ത് ശേഷം നമുക്ക് റെസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ ബ്രീഡ് ചെയ്യുക. അപ്പോൾ ഷാലുമോൻ ഇപ്പോൾ നമ്മുടെ ലോഫ്റ്റിൽ ഒരു ദിവസത്തെ പരിചരണം എങ്ങനെയാണ് ഷാലുമോൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്? എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ രാവിലെ കേജ് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും പഴയ തീറ്റകളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ തിരിച്ചെടുക്കും. പിന്നെ ഉള്ള വെള്ളം ഫസ്റ്റ് ആ വെള്ളം എല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന കുപ്പിയിൽ വെള്ളം എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം അത്യാവശ്യം കൂടുതലാത്ത അതിൻ്റെ എല്ലാം ക്ലീൻ ചെയ്യുക. എൻ്റെ കാഷ്ടവും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഞാൻ ചെയ്തെങ്കിൽ കൂടുതൽ മണ്ണാണ് ഇട്ടിരിക്കുന്നത്. 2 ടൈപ്പ് കേജുകളുണ്ട്, നെറ്റും ഉണ്ട് മണ്ണും ഉണ്ട്. അപ്പോൾ മണ്ണിലാകുമ്പോൾ ജസ്റ്റ് നെറ്റ് വെച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാഷ്ടം മുഴുവൻ വരും. അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം വെക്കും. വെള്ളം മാറ്റുമ്പോഴേക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്യൂർ കിണറ്റിലെ വെള്ളം തന്നെയാണ്. അല്ല പൈപ്പ് വരുന്നത് യൂസ് ചെയ്തില്ല, കിണറ്റിലെ വെള്ളം തന്നെ എടുത്ത് അതാണ് കൊടുക്കുന്നത്. അത് പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഫുഡ് മിക്സ് ചെയ്ത് കൊടുക്കുക. പലതരത്തിലുള്ള മിക്സ് ഫുഡാണ് ഉപയോഗിക്കുന്നത്. പല ധാന്യങ്ങളും ഏകദേശം 10-25 ടൈപ്പ് ധാന്യങ്ങളിനകത്ത് പെടും. അത്ര ധാന്യങ്ങളുടെ ഒരു മിക്സ് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതും രാവിലെ വെക്കും. തീറ്റയും വെള്ളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം കൂട് ക്ലീൻ ചെയ്യുക. പിന്നെ അങ്ങനെയാണ് നമ്മൾ ദിവസം രാവിലെ തുടങ്ങുന്നത് തന്നെ. ഷാലുമോൻ ഇപ്പം കുറച്ചധികം വർഷമായിട്ട് ഫാൻറ്റെയിൽസിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് ഇതിനെന്തെങ്കിലും അസുഖങ്ങൾ വരാറുണ്ടോ? അതനുസരിച്ചിട്ട് ഫുഡിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരോ? മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എപ്പോഴും കേജ് ക്ലീൻ ആക്കിയിടുക. നമ്മൾ ഒരു അസുഖം വരുന്നതിനേക്കാൾ മുമ്പ് വരാതെ നോക്കുക എന്നുള്ളതാണ് അതിനോട് ഏറ്റവും വലിയ ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലെങ്കിൽ ഒരു അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നമ്മൾ ഒരു അസുഖം വരാതെ സൂക്ഷിക്കുക. കേജ്, അതിൻ്റെ ബ്രീഡിംഗ് ബോക്സ്, കേജ്, ബ്രീഡിന് വെക്കുന്ന ഫുഡ്, വെള്ളം എല്ലാം നല്ല നീറ്റായിട്ട് എപ്പോഴും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരു അസുഖത്തെ നമുക്ക് 90% വരെ മാറ്റി നിർത്താം. പിന്നെ 10% കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യക്കേടെന്ന് പറയാനുള്ളൂ. കാരണം പല രീതിയിലും വന്ന് കയറി നമുക്ക് എത്ര സൂക്ഷിച്ചാലും ചിലപ്പം ചില അസുഖങ്ങൾ വന്ന് കയറും. അതിന് നമുക്ക് 90% വരെ നമുക്കൊരു അസുഖം നമ്മുടെ കൂട്ടിൽ നിന്ന് മാറ്റി നിർത്താം. നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ ബേഡിനെയും നമ്മൾ കൊടുക്കുന്ന ഫുഡും വെള്ളവും എല്ലാം ക്ലീനായിട്ടും കൂടും എല്ലാം ക്ലീനായിട്ട് നോക്കുകയാണെങ്കിൽ അസുഖങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മാറ്റി നിർത്താം. പിന്നെ ഈ മഴക്കാലത്ത് ഈ പറഞ്ഞ പോലെ കഫക്കെട്ട് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഒത്തിരിയായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഇതുപോലെ സൽമോണില അങ്ങനെ ഉള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒരു കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ തന്നെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഒന്നിന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബേഡിൽ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. ഒന്നിൽ നിന്ന് അടുത്തിലേക്ക് മാറി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം പെട്ടെന്ന് തന്നെ എല്ലാ ബേഡ്സിനും കയറി പിടിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ബേഡിനൊരു അസുഖം ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനെ മാറ്റുക. അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ അതിനെ ആ മറ്റുള്ള ബേഡ്സിൽ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും നല്ല ദൂരത്തിൽ, ലോഫ്റ്റിൽ നല്ല ദൂരത്തിൽ തന്നെ അല്ലെങ്കിൽ കൂട്ടിൽ നല്ല ദൂരത്തിൽ തന്നെ മാറ്റിയിട്ടതിന് ശേഷം അതിനെ ചികിത്സിക്കുക. പിന്നെ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ്, മഴക്കാലത്ത് കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ബേഡ്സ് എടുക്കുന്നതിന് നമുക്ക് ശ്രദ്ധിച്ചറിയാം. കാരണം ഈ മഴക്കാലത്ത് ബേഡ് ഏറ്റവും കൂടുതൽ വലിയ ധാന്യങ്ങളാണ് തിന്നാൻ ഇഷ്ടപ്പെടുന്നത്. അവർക്ക് ചെറിയ ധാന്യങ്ങളെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. അവർക്ക് വലിയ ധാന്യങ്ങൾ, കാരണം ഗോതമ്പ് അല്ലെങ്കിൽ ചെറുപയറൊന്നും അങ്ങനെ അല്ല, ഗോതമ്പ്, പിന്നെ ഇപ്പം പോലെ കടല അങ്ങനെയുള്ള വലിപ്പമുള്ള ധാന്യങ്ങളാണ് ഈ ഇപ്പം നല്ല മഴക്കാലത്ത് ബേഡ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ചൂടുകാലത്ത് നേരെ തിരിച്ച് ചെറിയ ധാന്യങ്ങളായിരിക്കും കൂടുതൽ. കമ്പപ്പുല്ല്, വെള്ളച്ചോളം അങ്ങനെയുള്ള ചെറിയ മുതിര അങ്ങനെയുള്ള ചെറിയ ഫ്രൂട്ട്സാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ബേഡ് കഴിക്കാറ്. ഈ 2 സമയത്തും കൊടുക്കുന്ന ഫുഡിൽ നമുക്ക് ചേഞ്ച് പറ്റുന്നത്. കാരണം മഴക്കാലത്ത് അത് ഇഷ്ടപ്പെടുന്ന ഫുഡ് കൊടുക്കുക, ചൂട് സമയത്ത് അത് ഇഷ്ടപ്പെടുന്ന ഫുഡ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഹെൽത്ത് എപ്പോഴും നല്ല രീതിയായിരിക്കും. പിന്നെ കൊടുക്കേണ്ട വൈറ്റമിൻസ് കാര്യങ്ങളൊക്കെ സമയത്ത് നല്ല രീതിയിൽ കൊടുക്കുക. പിന്നെ ഈ മഴ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ആൻറ്റിബയോട്ടിക് എടുക്കുക. ഒരു 4 ദിവസത്തെ ഒരു കോഴ്സായിട്ട് തന്നെ ടെട്രാസൈക്ലിനോ അങ്ങനത്തെ ഒരു ആൻറ്റിബയോട്ടിക് മേടിച്ചിട്ട് കുറച്ച് നാളത്തേക്ക് ഒരു 4 ദിവസത്തേക്ക് അടുപ്പിച്ച് മേടിച്ച് കൊടുക്കും മഴ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അവർക്കൊരു ഇമ്മ്യൂണിറ്റി കൂട്ടും, അങ്ങനെയുള്ള ഗുണങ്ങളുണ്ടാകും ബേഡിന്. അപ്പം അങ്ങനെ നമ്മൾ ഈ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു കുഴപ്പമില്ല, അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ നമുക്ക് സൂക്ഷിക്കും.